കഴിയും. സിബി, താങ്കളുടെ നിലപാട് എങ്ങനെയാണ് ഈ വിഷയത്തിൽ? താങ്കൾ യോജിക്കുന്നുണ്ടോ? എനിക്ക് ശ്രീ എം.എസ്. വേണുഗോപാല് പറയുന്നതിനോട് ഭാഗികമായി യോജിച്ചുകൊണ്ട് മാത്രമേ തുടങ്ങാൻ പറ്റത്തുള്ളൂ. അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റാണ്. BJPയുടെ ഒരു അടവ് നയമാണ്. അതായത് നമ്മുടെ ശക്തനായ എതിരാളികൾ നേർക്കുനേരെ വരുമ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു 19ാമത്തെ അടവുണ്ടല്ലോ, ഓടി രക്ഷപ്പെടുക എന്നുള്ളത്. അതാണ് ഇവിടെ BJP എന്ന ഭരണപക്ഷം എടുത്തിരിക്കുന്നത്. അതായത് വിദ്യാർത്ഥി സമരത്തിനെതിരെ എന്തുകൊണ്ട് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചു, എന്തുകൊണ്ട് ആണി തറച്ച ലാത്തികൾ ഉപയോഗിച്ചു തുടങ്ങിയ വിഷയങ്ങളിൽ ആഭ്യന്തരമന്ത്രി ഒരു പ്രസ്താവന പാർലമെന്റിൽ നടത്തണം എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഇത് കാര്യമൊന്നുമല്ല. ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ സർക്കാർ നേരിട്ടു. അതിനകത്ത് അവസാനം ഒരു മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു. ആ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനെതിരെ വളരെ ശക്തമായ ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ച എന്തുകൊണ്ടാണെന്നുള്ള വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി ഒരു പ്രസ്താവന ഇറക്കണം എന്ന് പറയുന്നത് അത്ര ഭീകരമായ സംഭവമൊന്നുമല്ല. പക്ഷെ അതിന്റെ പേരിൽ ഒരു ആഭ്യന്തരമന്ത്രി, അതും അമിത്ഷായെ പോലെ കരുത്തനായ ഒരു ആഭ്യന്തരമന്ത്രി, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഭയം ഉണ്ടാക്കുന്ന ഒരു ആഭ്യന്തരമന്ത്രി 18 ദിവസം ഒളിവിൽ പോവുക എന്നൊക്കെ പറയുന്നത് വളരെ കഷ്ടമാണ്. സത്യത്തിൽ BJPക്ക് മൊത്തത്തിൽ കഷ്ടകാലമാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അവരുടെ നേതാക്കന്മാർക്കൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്രപ്രവർത്തകരെ കാണാതെ ഒരു 12 വർഷമായിട്ട് ഒളിച്ചു നടക്കുന്നുണ്ട്. അപ്പൊ അതുകൂടാതെ ഇപ്പോ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ കയറാൻ പറ്റാതെ ഭയന്ന് നടക്കുന്ന മറ്റൊരു കുറെ കാലം കൂടെ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ശരിക്കും BJPക്ക് എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നു എന്തോ നല്ല കഷ്ടകാലമാണ് എന്ന് തോന്നുന്നു. കാരണം ഇല്ലെങ്കിൽ ഇതുപോലുള്ള നിസ്സാരപ്പെട്ട ഒരു ആവശ്യത്തിന്റെ പുറത്ത് ഈ ഒരു ആഭ്യന്തരമന്ത്രിക്ക് പാർലമെന്റിൽ കയറാതെ മുങ്ങി നടക്കുക എന്ന് പറയുന്നത് എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കേ. പക്ഷെ അവസാനം ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ആ സമയത്ത് പ്രതിപക്ഷം ട്രാക്ക് മാറ്റുകയായിരുന്നു എന്നാണ് BJPയുടെ ആരോപണം. 24 മണിക്കൂർ ചർച്ചയാകാം എന്ന് പറഞ്ഞിരുന്നു. അത് ഏത് ചോദ്യവും ചോദിക്കട്ടെ, അതിന് മറുപടി നൽകാം എന്നുള്ള കാര്യവും പറഞ്ഞിരുന്നു. വെറും പ്രസ്താവനയല്ല, ചോദ്യങ്ങൾ നിങ്ങൾ സംസാരിക്കും, ഞാനതിന് മറുപടി പറയാമെന്ന് അമിത്ഷാ പറഞ്ഞിരുന്നു. പക്ഷെ അതിന് ചട്ടമുണ്ട്, അത് സ്പീക്കർക്ക് നിങ്ങൾ എഴുതി തരണം. അപ്പോൾ സ്പീക്കറുടെ അനുമതിയോടുകൂടി ഇങ്ങനെ ചർച്ചയാവാം എന്ന് അമിത്ഷാ പറഞ്ഞിരുന്നു. അതാണല്ലോ അദ്ദേഹം ഇന്ന് എത്തിയത്. ഞാൻ ചോദിച്ചത് പ്രതിപക്ഷത്തിന്റെ വളരെ ലളിതമായ ഒരു ആവശ്യമല്ലേ? പ്രതിപക്ഷം ഒരു ദിവസം സഭ ബാക്കിയെല്ലാം നിർത്തി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടില്ലല്ലോ. അവര് പറഞ്ഞു ഈ സംഭവത്തിൽ അമിത്ഷാ ഒരു പ്രസ്താവന ഇറക്കണം. ഈ പ്രസ്താവന ഇറക്കുന്നതിനെ ഒഴിവാക്കാൻ വേണ്ടി പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജിജു എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാരോടും ഈ ചർച്ച നടത്തിയെന്നാണ് ശ്രീ എം.എസ്. വേണുഗോപാൽ പറയുന്നത്. അങ്ങനെയാണ് പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ എന്റെ ചോദ്യം, ഒരു ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിക്ക് ഇന്ത്യൻ പാർലമെന്റിൽ ഒരു പ്രസ്താവന നടത്തുന്നത് ഒഴിവാക്കാൻ വേണ്ടി എന്തിനാണ് ഈ ഗവൺമെന്റിന്റെ ഒരു മന്ത്രി ചുറ്റിയുടെ ഇത്രയും ചർച്ച നടത്തുന്നത്? എന്തിനാണ് ഇവർ ഇത്രയും ഭയക്കുന്നത്? എന്തൊരു നാണക്കേടാണിത്? BJPക്ക് ഇത് എന്താണ് സംഭവിക്കുന്നത്? ഒരു ഇത്രയും കരുത്തനായ ആഭ്യന്തരമന്ത്രി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട അമിത്ഷാ, മറ്റൊരു ഇരട്ടച്ചങ്കെന്നൊക്കെ നമുക്ക് പറയാവുന്ന അമിത്ഷാ, ഈ അമിത്ഷാ പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ, അത് ശുഷ്കമായ പ്രതിപക്ഷത്തിന്റെ മുമ്പിൽ ഭയന്ന് ഒളിച്ചോടുക. 1-2 ദിവസമല്ല, 3-4 ദിവസമല്ല, 10-17 ദിവസം. ഇതിനെ എന്ത് പറഞ്ഞിട്ടാണ് BJPക്കാർ ന്യായീകരിക്കുക? എന്തൊരു നാണക്കേടാണിത്? ഇത്രയും ലജ്ജാകരമായ ഒരു സംഭവം ഇന്ത്യൻ പാർലമെന്റ് ചരിത്രത്തിൽ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ടോ? ഒരു പ്രതിപക്ഷത്തിന്റെ ഒരു ആവശ്യം കേട്ട് ആഭ്യന്തരമന്ത്രി മുങ്ങി നടക്കുക. ഇത് വല്ലാത്ത നാണം കെട്ട ഒരു സംഭവമായി പോയി. എം.എസ്. വേണുഗോപാലിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇതിനെ പ്രതിപക്ഷ നേതാവ് രാജിവെക്കണം. കാരണം 17 ദിവസം ആഭ്യന്തരമന്ത്രിയെ പാർലമെന്റിൽ കയറ്റാത്തതിന് ഉത്തരവാദി പ്രതിപക്ഷ നേതാവാണ്. അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം എന്നൊരു പ്രസ്താവന കൂടി അദ്ദേഹത്തിന് നടത്താമായിരുന്നു. തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവ് രാജിവെക്കേണ്ടതാണ്. കാരണം എന്നറിയാമോ, ഈ 8 പാർലമെന്ററി സെഷൻ നടന്നതിൽ 45% അറ്റൻഡൻസേ ഉള്ളൂ. കൂകി വിളിച്ച ഒറ്റ ഈ സെഷനിൽ 90-ലധികം അറ്റൻഡൻസ് അദ്ദേഹത്തിനുണ്ട്. അതിൽ നിന്ന് അദ്ദേഹത്തിന്റെ എത്രത്തോളം ഈ രാജ്യത്തോടും പാർലമെന്റിനോടും ഡിസ്കഷനോടും അദ്ദേഹത്തിന് എത്രത്തോളം പ്രതിബദ്ധത ഉണ്ടെന്ന് അവിടെ വ്യക്തമായി. അപ്പൊ അദ്ദേഹം രാജിവെക്കേണ്ടതാണ് തീർച്ചയായിട്ടും. ഇപ്പൊ മാത്രമാണ് അദ്ദേഹം കസേരയിൽ നേരെ ഇരുന്നത്. ബാക്കി 7 സെഷനിലും അദ്ദേഹം അറ്റൻഡൻസ് പകുതി പോലും ഇല്ലാത്ത ആളായിരുന്നു. BJP പ്രതിനിധീകരിച്ച് ശ്രീ എസ് ഡിന്നി, കേണൽ എസ് ഡിന്നി കൂടി ചേരുകയാണ്. ശ്രീ എസ് ഡിന്നി, ഇക്കാര്യത്തിൽ ഇപ്പോൾ ശ്രീ സിബി സത്യൻ ഇവിടെ പറഞ്ഞ കാര്യം, ഇത് BJPക്ക് നാണക്കേടാണ്. അമിത്ഷാ 17 ദിവസമാണ് പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നത്. അതും ഒരു പ്രസ്താവനയുടെ പേരിൽ. ഒരു പ്രസ്താവന മാത്രമാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. ശരി, ഡിന്നി അതിനുള്ള മറുപടി. ശ്രീ മഞ്ജുഷ്, ഫസ്റ്റ്ലി ഞാനൊരു 2 മിനിറ്റ് താമസിച്ചു പോയി, വേറൊരു പരിപാടിയിലായിരുന്നു, അതിന് ക്ഷമ ചോദിക്കുകയാണ്. ഇതിനകത്ത് നമ്മൾ ഇതിന്റെ ഈ ഒളിച്ചോടി, പേടിച്ചു പോയി, ഇതൊക്കെ എനിക്ക് തോന്നുന്നു ശ്രീ മഞ്ജുഷ്, ഇതൊക്കെ സ്കൂൾ ഡിബേറ്റ്സിലൊക്കെ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പേടിച്ചോടി, ഇതൊക്കെ നമ്മളൊക്കെ മെച്യൂർ ആയിട്ടുള്ള ആളുകളും മെച്യൂർ ആയിട്ടുള്ള പാർലമെന്റേഴ്സ് സംസാരിക്കേണ്ട ഭാഷയല്ല ഈ ഒളിച്ചോടി, പേടിച്ചു പോയി എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നത് വളരെ ബാലിശമായിട്ടുള്ള, ഇമ്മച്യൂർ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇതിനകത്ത് കാണുന്നത് ഈ ഒരു സെഷൻ അത് കംപ്ലീറ്റ് ആയിട്ട് വാഷ് ഔട്ട് ആയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ അതിന് പറയുന്നത് ശ്രീ രാഹുൽ ഗാന്ധിക്കാണ്.
അതിലൂടെ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, ശ്രീ രാഹുൽ ഗാന്ധി അല്ല പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസ് തന്നെ വേറെ ഏതെങ്കിലും ഒരു നേതാവായിരുന്നെങ്കിൽ അത് കുറച്ചും കൂടെ മെച്ചുവർ ആയിട്ട് ഒരു നല്ല രീതിയിൽ പെരുമാറുമായിരുന്നു. ഇൻക്ലൂഡിങ് ശ്രീമതി പ്രിയങ്ക ഗാന്ധി ആയിരുന്നെങ്കിൽ ഇതിനെക്കാട്ടി മെച്യൂരിറ്റി കാണിച്ചാണ്. ഒന്നത്. രണ്ടാമത്, എങ്ങനെയാണ് ഒരു പ്രതിപക്ഷ നേതാവ് പെരുമാറേണ്ടുള്ളത് എന്ന് ശ്രീ രാഹുൽ ഗാന്ധിക്ക് ഞാൻ BJP നിന്ന് കണ്ടുപിടിക്കണം ഞാൻ പറയുന്നില്ല, കോൺഗ്രസിന് തന്നെ കേരളത്തിൽ തന്നെ ശ്രീ VD സതീശൻ എങ്ങനായിരുന്നോ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിന്റെ പല ആശയപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഞങ്ങൾക്കുണ്ട്, പല രീതിയിലുള്ള ഞങ്ങൾക്ക് പ്രതിഷേധവും മറ്റു കാര്യങ്ങളുണ്ട്. എന്നാലും ഒരു BJP വക്താവ് എന്നുള്ള നിലയിൽ പോലും ഞാൻ പറയുകയാണ്, ശ്രീ രാഹുൽ ഗാന്ധി പഠിക്കണമെങ്കിൽ എങ്ങനെയാണ് ഒരു പ്രതിപക്ഷ നേതാവ് റെസ്പോൺസിബിൾ ആയിട്ട് ബിഹേവ് ചെയ്യണമെങ്കിൽ ശ്രീ VD സതീശനെ കണ്ടുവേണമെങ്കിൽ അദ്ദേഹം പഠിക്കണം. അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ, ആരാണ് അദ്ദേഹത്തിന് ഈ അഡ്വൈസ് കൊടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല, എന്ത് സ്ട്രാറ്റജി ആണെന്നും തന്ത്രപരമായ വീഴ്ച എന്താണ് ഡിന്നി? ഞാൻ പറഞ്ഞുതരാം എക്സാക്ട്ലി ഞാനത് പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. ശ്രീ മഞ്ജുഷ്, ജൂൺ 6 തീയതിയാണ് CJP പ്രൊട്ടസ്റ്റ് തുടങ്ങുന്നത്. 20 ജൂലൈ ആണ് പാർലമെന്റ് സെഷൻ തുടങ്ങുന്നത്. ആ 20 ജൂലൈ വരെ ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ ഇല്ലായിരുന്നു, 10-25 ദിവസം പുറത്തായിരുന്നു. എവിടാണെന്ന് കോൺഗ്രസ്സുകാർക്കും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. അതൊന്നും നമ്മുടെ വിഷയമല്ല. അത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ വിസിറ്റ് ആവാം. ഓൾദോ അത് ലീഡർ ഓഫ് ഓപ്പോസിഷൻ ആണെന്ന് നമ്മൾ മറക്കരുത്. എന്നാലും അത് ഞാൻ വിട്ടിരിക്കുകയാണ്. അതിനകത്ത് എങ്ങോട്ട് പോയി എന്നൊന്നും ഞാൻ ചർച്ച ചെയ്യുന്നില്ല. അദ്ദേഹം എങ്ങുമില്ലായിരുന്നു. 20 ജൂലൈയിലേക്ക് CJP എന്ന് പറയുന്ന ആ കൂട്ടർ അവർ പാർലമെന്റിൽ മാർച്ച് നടത്തുന്നു, വലിയ രീതിയിൽ സംഘർഷം നടക്കുന്നു, അവിടെ ധാരാളം വിദ്യാർത്ഥികൾക്ക് പരിക്ക് പറ്റുന്നു, ധാരാളം പോലീസുകാർക്ക് പരിക്ക് പറ്റുന്നു. 21 തീയതി, ജൂലൈ 21 തീയതി ശ്രീ ഖാർഗെയുടെ വീട്ടിൽ ഒരു ബർത്ത്ഡേ മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ശ്രീ രാഹുൽ ഗാന്ധി അവിടെ വരുന്നു. അവിടുന്ന് നേരെ പ്രൈം മിനിസ്റ്റേഴ്സ് റെസിഡൻസിലേക്ക് പോകുന്നു. അവിടെ വലിയ രീതിയിലുള്ള ഒരു ഘേരാവ് പോലെ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു. അത് പ്യൂർലി ശ്രീ രാഹുൽ ഗാന്ധിയുടെ ടാക്ടിക്സ് ആണ്. എന്നിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്തു? ഗവൺമെന്റ് ജിതേന്ദ്ര സിംഗ് മിനിസ്റ്ററിനെ അയച്ചു. അവിടെ ചെന്ന് ശ്രീ രാഹുൽ ഗാന്ധിയായിട്ട് സംസാരിച്ചു, എന്താണ് നിങ്ങളുടെ ആവശ്യം? അപ്പൊ ശ്രീ രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞത്? ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞു, ഞങ്ങൾക്ക് പാർലമെന്റിൽ നീറ്റ് ഇഷ്യൂവും ഭാരതത്തിന്റെ എഡ്യൂക്കേഷൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യണം. അവിടെ നിന്ന് തന്നെ ശ്രീ ജിതേന്ദ്ര സിംഗും ഹോം സെക്രട്ടറിയും ഫോൺ ചെയ്ത് സംസാരിച്ച് ശ്രീ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു, ഓക്കെ, എഗ്രീഡ്, നിങ്ങൾ പറയുന്ന പോലെ ഞങ്ങൾ കേൾക്കാം, നമുക്ക് പാർലമെന്റിൽ ഇതിനകത്ത് ചർച്ച ചെയ്യാം. ഉടനെ എടുത്ത വായിൽ ശ്രീ രാഹുൽ ഗാന്ധി പറയാണ്, ഇല്ല, ഇപ്പൊ എന്റെ ഇത് മാറി, ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയുള്ള ധർമ്മേന്ദ്ര പ്രധാന്റെ റെസിഗ്നേഷൻ ആണ്. അപ്പൊ ശ്രീ ജിതേന്ദ്ര ചോദിക്കുകയാണ്, നിങ്ങളല്ലേ എന്റെ അടുത്ത് ഈ ഒരു നിമിഷം മുമ്പ് പറഞ്ഞത് ഈ ഒരു ഇതാണെന്ന് ആവശ്യമെന്ന്? അതല്ല, മേരി മർസി, അതായത് എന്റെ ഇഷ്ടമാണെന്ന്. ആ രീതിയിലുള്ള പക്വതയാണ് ശ്രീ രാഹുൽ ഗാന്ധി. അത് എന്തിട്ട് പറ്റി? അപ്പൊ ശ്രീ ജിതേന്ദ്ര പറഞ്ഞു, നിങ്ങൾ ഈ പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിന്ന് മാറി അങ്ങോട്ട് പോകുന്നതായിരിക്കും നല്ലത്, കാരണം ഇത് നല്ലൊരു സെക്യൂരിറ്റി ഒക്കെ ഉള്ള ഇഷ്യൂസ് ആണ്. അതും പറഞ്ഞു, മേരി മർസി, ഞാൻ ഇവിടെ തന്നെ നിൽക്കത്തുള്ളൂ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന്. അപ്പൊ എന്ത് പറ്റി? പോലീസുകാരൊക്കെ വന്ന് അദ്ദേഹത്തിന്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.